ഞങ്ങളുടെ കുടുംബം തകർത്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. അനുഭവിക്കണം, അനുഭവിച്ചേ തീരൂ. എന്താ മനോജ്, വർഷയെ കുറിച്ചാണോ ആലോചിക്കുന്നത്? അല്ല, ആ കാവനടുത്തേക്ക് വന്ന ശ്യാമിനെയും ശ്യാമിന്റെ അച്ഛനെയും കുറിച്ച്. അവരെന്തിനാ അവിടേക്ക് വന്നത്? എന്തിനാ അവർ അച്ഛനമ്മയും ആക്ഷേപിച്ചത്? അത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. എത്രയോ സ്ഥലത്ത് വെച്ച് പഴയ പ്രണയവും ഒളിച്ചോട്ടും ഒക്കെ പറഞ്ഞ് അശോക് വർമ്മ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തിയിരിക്കുന്നു. നീ അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ചരിത്രം തിരുത്തി എഴുതിയ പ്രണയ ജോഡികളായിരുന്നല്ലോ രണ്ടുപേരും. കുറ്റപ്പെടുത്താൻ നമുക്കെന്താ അർഹത? നമ്മളും മോശമൊന്നുമല്ലല്ലോ. മനോജ്, പഴയ കഥകളൊന്നും എന്നെ ഓർമ്മപ്പെടുത്തല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അശോക് വർമ്മ നിന്റെ അമ്മാവനാണെന്നുള്ള കാര്യം മറക്കണ്ട. മനോജ്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനി എന്താണെന്ന് ചിന്തിക്ക. ഒരു പ്രശ്നം വർഷയെ കാണാനില്ലെന്നുള്ളതാ, മറ്റൊരു പ്രശ്നം ജോലിയും കൂലിയും ഇല്ലെന്നുള്ളതാ. എന്റെ ജോലി കളഞ്ഞ ശേഷം ഇവിടുത്തെ അച്ഛന്റെ ചെലവിലാണ് നമ്മൾ കഴിയുന്നത്. ഇപ്പോഴാണെങ്കിൽ അച്ഛന് ജോലിയുമില്ല. ചിലപ്പോഴൊക്കെ ഭ്രാന്ത് വരും. ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും എനിക്ക്. ഫാൻ ഇടാൻ പറ്റില്ല, ടി വി കാണാൻ സ്വാതന്ത്ര്യമില്ല. ഒരുതരം തൊട്ടും നക്കിയുള്ള ജീവിതം മടുത്തു എനിക്ക്. വർഷം മരിച്ച ദുഃഖത്തിന്റെ പട്ടിണിക്കഞ്ഞിയെ ഇനി അധികകാലം ഉണ്ടാവില്ല. ജീവിത രീതിക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഇനി എനിക്ക് ഉണ്ടാവരുത്. ജഗന്റെ ഉള്ളിൽ എന്തോ സങ്കടമുള്ളതുപോലെ. അത് പിന്നെ വിക്രം മുത്തശ്ശിയെ കാണാൻ വന്ന കാര്യ ഞാൻ ആലോചിക്കുന്നേ. അയാളോട് മന്ത്രിയുടെ പ്രകാശേട്ടൻ ദേഷ്യത്തോട് സംസാരിച്ച ശരിയായില്ല. സഹോദരിയെ കൊന്നൊന്ന സംശയം കൊണ്ടാ. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ സമയവും സന്ദർഭവും നോക്കണമായിരുന്നു. എന്താ വന്ദനെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. വർഷയുടെ അപകടത്തിന് പിന്നില് എനിക്കും വിക്രമിന് സംശയമില്ലാതില്ല. പക്ഷേ അതിന് തെളിവില്ല. തെളിവ് കിട്ടും വരെ വിക്രം സഹതാപം അർഹിക്കുന്നുണ്ട്. ഭാര്യ മരിച്ചതിനു ശേഷം ആദ്യമായി ഭാര്യ വീട്ടിൽ വന്ന വിക്രമിനോട് അങ്ങനെയൊന്നും പ്രകാശിടം പറയാൻ പാടില്ലായിരുന്നു. ഞാൻ വിക്രമിനോട് മര്യാദ കാട്ടിയത് അതുകൊണ്ട് മാത്രം. ആ ബംഗ്ലാവിന്റെ പാലുകാച്ചലിന് ക്ഷണിക്കാൻ മാത്രമേ കോവിലകത്ത് കാലുകുത്തൂ എന്ന് ഉഗ്ര ശപഥവും ചെയ്തു. ആ ആഘാതത്തിൽ തളർന്നു വീണുപോയ എന്റെ അച്ഛൻ ജീവന്റെ നേരിയ തുടിപ്പുമായി ഇന്നും ജീവിച്ചിരിക്കുന്നു, നിന്റെ അച്ഛമ്മയെ പോലെ. ആ സംഭവത്തിന് ശേഷം ഏട്ടൻ എന്നോടുള്ള ശത്രുതയും അകലവും ഇന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ ശത്രുതയുടെ കാരണം മനസ്സിലായോ നിനക്ക്? കാണുന്നിടത്തൊക്കെ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ നിനക്ക്? ഇനി എന്താ അറിയേണ്ടത്? ഈ പറയുന്ന അശോക് വർമ്മയ്ക്ക് സമൂഹത്തിൽ നിന്ന് നല്ല ആദരവ് കിട്ടുന്നുണ്ടല്ലോ. പലരും കൈകൂപ്പി വണങ്ങുന്നതും കണ്ടു. അപ്പോ നമ്മൾ അറിയാത്ത എന്തോ ഒരു നന്മ അശോക് വർമ്മയ്ക്കില്ലേ? കോവിലകം പോലൊരു ബംഗ്ലാവ് സ്വന്തമായി നിർമ്മിച്ച് അതിന്റെ പാലുകാച്ചലിനെ ക്ഷണിക്കാൻ പോവാന്നുള്ള പ്രതീക്ഷ ഈ ജന്മം നടക്കില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ ഉൾപ്പെടെയുള്ള മക്കളുടെ പിടിപ്പുകേട് അതിന് കാരണം. അത് സമ്മതിക്കുന്നു.
പക്ഷേ ആ, അശോകവർമ്മ എന്ന അമ്മാവന്റെ നന്മ എന്താന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെന്തിനാ? അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ല എന്നറിയാം. എന്നാലും ഞാൻ പറയുക, നമുക്ക് കുടുംബസമേതം കോവിലകത്തേക്കൊന്ന് പോണം. മുത്തശ്ശന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അനുഗ്രഹമാകണം. ഞങ്ങള് പേരക്കുട്ടികൾ അത് ചെയ്തോളാം. അച്ഛനും അമ്മയും അതിന് സാക്ഷികളായാൽ മതി. അങ്ങനെ ചെയ്ത ഒരുപക്ഷെ ആ മുത്തശ്ശന് ജീവൻ വെച്ചാലോ, നമ്മുടെ അച്ഛമ്മയ്ക്ക് നാവുണ്ടായാലോ? അച്ഛൻ എന്തു പറയുന്നു? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നിന്റെ അമ്മയാണ്.